ഗായ്സ്, അങ്ങനെ നിങ്ങൾക്ക് ഏവർക്കും സ്വിറ്റ്സർലാൻഡ് വ്ളോഗിന്റെ പാർട്ട് 4ലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്റർലാക്കിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റു. ഞങ്ങൾ ഇന്റർലാക്കിൽ താമസിച്ച ഇത് ഹോട്ടലിന്റെ മുറിയുടെ അകവശമാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ജനലിന്റെ പുറത്തുനിന്ന് അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്, അപ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ മോനും പപ്പയും കൂടെ അത് നോക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് യോങ്ഫ്രോ, അതായത് ടോപ്പ് ഓഫ് ദ യൂറോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ട്രെയിൻ ലക്ഷ്യമാക്കി പോയി. ഇന്റർലാക്കിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് ട്രെയിൻ എടുത്ത് അങ്ങ് ടോപ്പ് ഓഫ് ദ യൂറോപ്പിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇന്റർലാക്കിൽ നിന്ന് ട്രെയിൻ എടുത്തു. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് വാലീസ് ഉണ്ട്, ലൗട്ടർബേൺ, ഗ്രിൻഡൽവാൾഡ്, അങ്ങനെ ഈ വാലീസ് ഉണ്ട്. ആ വാലീസ് കഴിഞ്ഞാണ് നമ്മൾ നേരിട്ട് മലയുടെ മണ്ടയ്ക്കായ ടോപ്പ് ഓഫ് ദ യൂറോപ്പിൽ എത്തുന്നത്. യോങ്ഫ്രോ എന്ന് പറയുന്ന ടോപ്പ് ഓഫ് ദ യൂറോപ്പിലേക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് ഈ താഴ്വരയിൽ കൂടെ യാത്ര ചെയ്ത് മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റൂ. നമുക്ക് ട്രെയിൻ സർവീസ് എടുത്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് കേബിൾ കാർ ഗൊണ്ടോല വഴിയും മുകളിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ താഴ്വരയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ട്രെയിൻ ഇങ്ങനെ പതുക്കെ പോകുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചെറിയ വീടുകളും പുൽമൈതാനങ്ങളും, അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ ട്രെയിനിലൂടെ ഞങ്ങൾ ഈ യാത്രകളും കാഴ്ചകളും ഒക്കെ കണ്ട് പോയി. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഒരു സ്റ്റേഷനിൽ നിന്നപ്പം നമുക്കൊരു ഗൊണ്ടോല വന്നു. അപ്പം ഇനി നമ്മളിത് ബാക്കി യാത്ര ഗൊണ്ടോലയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറി. ഇനി ഇത് നമ്മളെ ഇങ്ങോട്ട് വലിച്ച് മലയുടെ മണ്ടയ്ക്ക് കയറ്റും. അവിടെ നിന്ന് പിന്നെ നമുക്കൊരു ട്രെയിൻ എടുത്ത് ടോപ്പ് ഓഫ് ദ യൂറോപ്പിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ ആ ഗൊണ്ടോലയിൽ നിന്ന് താഴോട്ട് നോക്കിയ കാഴ്ചകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം, താഴ്വാരങ്ങൾ കാണാം. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങളെ മേലോട്ട് വലിച്ച് ഞങ്ങളുടെ ഗൊണ്ടോല നീങ്ങിത്തുടങ്ങി. മേളിൽ നിന്ന് താഴ്വാരയിലേക്കുള്ള കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ചെറിയ ചെറിയ താഴ്വരകളുണ്ട്, അതായത് ഗ്രിൻഡൽവാൾഡ്, ലൗട്ടർബേൺ, അങ്ങനെ ചെറിയ ചെറിയ വാലീസ് ഉണ്ട്. ഈ വാലീസിൻ്റെ ഭംഗിയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഈ വാലീസിലൂടെ പോയാണ് നമ്മൾ മുകളിലെത്തുന്നത്. അപ്പം ആ താഴ്വാരകളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പുൽമൈതാനങ്ങളും പിന്നെ വീടുകളും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഗൊണ്ടോല നമ്മളെ വലിച്ച് മലയുടെ മണ്ടയ്ക്കോട്ട് കയറ്റുക. കണ്ടോ, ദൂരെ നമുക്ക് ഐസായിട്ടുള്ള മല കാണാൻ പറ്റും. ആൽപ്സ് പർവ്വതത്തിന് മണ്ടയ്ക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് യോങ്ഫ്രോ എന്ന് പറയുന്ന മൗണ്ടൻ ആട്ടോ. ഇതാണ് ഇപ്പം 4158, അതായത് 4158 മീറ്റർ ഉള്ള യോങ്ഫ്രോ മൗണ്ടനിലടുത്തോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അത്രയും ഹൈറ്റിൽ സ്കേറ്റ് ചെയ്തൊക്കെ പോവാം. പക്ഷെ നമ്മളൊരു 3000 സംതിങ് ഹൈറ്റ് വരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പം ഈ ഒരു യോങ്ഫ്രോ എന്ന് പറയുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പറയുന്നത് ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് അവിടെ അത് ചെയ്തിട്ട് അവിടെ മേളിൽ കയറിയിട്ട് ഹൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ആൾക്കാർക്ക് സ്കേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും യൂറോപ്പിൽ തന്നെ ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഇനി ഗൊണ്ടോല കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ട്രെയിൻ എടുത്ത് അതിന് മുകളിലോട്ട് കയറണം കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് യൂറോപ്പിൽ തന്നെ ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണെന്ന് ഓർക്കണം. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3000 സംതിങ് ഹൈറ്റ് വരെ നമുക്ക് ആൾക്കാർക്ക് അവൈലബിൾ ആവാൻ പറ്റും ഈ ടോപ്പ് ഓഫ് ദ യൂറോപ്പിൻ്റെ. ഈ യോങ്ഫ്രോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെർജിൻ ആണ്, കന്യക എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്തോ പറയുന്നത് ഇന്റർലാക്കലിലുള്ള കുറച്ച് നൺസ്, അതായത് ഒരു കന്യാ മഠമുണ്ട്, അവരുടെ അധീനതയിലാണ് ആണ് ഈ യോങ്ഫ്രോ. അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നതെന്നാണ് ഒരു സ്റ്റോറി. അത് കറക്റ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഈ ഗൊണ്ടോലയിൽ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അവിടെ നമ്മൾ ട്രെയിൻ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഈ ട്രെയിനാണ് നമ്മളെ മലയുടെ മണ്ടയ്ക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ലേ. നമ്മൾ മല ഇടുക്കിക്കൂടെ പോവും. അങ്ങനെ നമ്മളുടെ ഐസ്മർ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കൊരു സ്റ്റേഷൻ അവിടെ ഇറങ്ങാം, കാഴ്ചകൾ കാണാം. പിന്നെ ഞങ്ങൾ നമ്മുടെ യോങ്ഫ്രോ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്ന്. നമ്മൾ എവിടെ ചെന്നാലും ഇത് ഭയങ്കര പരസ്യമാട്ടോ. എവിടെ നോക്കാലും യോങ്ഫ്രോ ടോപ്പ് ഓഫ് ദ യൂറോപ്പ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും.
പിന്നെ ഞങ്ങൾ അല്ലറ ചില്ലറ ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോയി. നമ്മളൊരു 3000 സംതിങ് ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് നമ്മൾ ഓർക്കണം, ട്രെയിൻ വഴിയാണ് നമ്മൾ വന്നത്. അപ്പം അത്ര അവൈലബിൾ ആണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ. സൂപ്പറാണ്, പക്ക സൂപ്പറാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇത്ര ഹൈറ്റിലൊക്കെ നമ്മൾക്ക് ഒരു റിസ്ക്കും ഒന്നും അറിയാതെ എത്താൻ പറ്റും. നമ്മൾ ഇത്ര ഹൈറ്റിലാണോ വന്നതെന്ന് ഒന്നും അറിയുന്നില്ലായിരുന്നു. സുഖമായിട്ട് നമുക്കിവിടെ എത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു ലിഫ്റ്റിൽ കയറി. ഇത് ലിഫ്റ്റാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇതിനൊരു ലിഫ്റ്റാണ് കേട്ടോ. ഈ ലിഫ്റ്റ് നമ്മളെ ഇനി മേളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. അങ്ങനെ ലിഫ്റ്റിൻ്റെ അകത്തൂടെ ഞങ്ങൾ മേളിലെത്തി കേട്ടോ. അപ്പോൾ ഇങ്ങനെ മേളിൽ ചുറ്റും ഇങ്ങനെ അതിൻ്റെ ഒരു ഗാലറി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ പുറത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് മ്യൂസിയംസും അത് ഐസ് പാലസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഗ്ലേഷ്യസ് ആണ് കേട്ടോ. കൂടുതലും ഈ ഐസ് എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യസ് ആണ് ഇത് കാണുന്നത്. നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ പോലെ തന്നെ ഒരു ഗ്ലേഷ്യസ് ആണിത്. ഇത് നമുക്ക് അവിടെ അത്ര എത്താൻ പറ്റില്ലല്ലോ. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് എത്താൻ പറ്റും ഈ ഗ്ലേഷ്യസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ 365 ഡേയ്സിലും ഇവിടെ സ്നോ അവൈലബിൾ ആണ്. സ്നോ കാണും ഇവിടെ. അതുപോലെ വിൻ്റർ സീസണിലാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. ആൾക്കാർ സ്കേറ്റ് ചെയ്യാനും പല ആക്ടിവിറ്റീസിനും വേണ്ടി ഇവിടെ വരാറുണ്ട്. അങ്ങനെ അതിൻ്റെ ചുറ്റും നിന്ന് ഞങ്ങൾ ഭംഗിയൊക്കെ നമ്മളിതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്തൊക്കെ പോയി അതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് മതിൽക്കെട്ടിൻ്റെ അകത്തോട് എടുത്ത വീഡിയോ ആണേ. അങ്ങനെ ഞങ്ങൾ പിന്നെ താഴോട്ട് വന്നു. ഇതെങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു മ്യൂസിയം പോലൊക്കെ ഉണ്ട്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവർ പണിഞ്ഞത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് പതുക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഐസ് പാലസ് ഉണ്ടെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ ആ ഐസ് പാലസ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. -5 ഡിഗ്രി എങ്ങാണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാ പാലസിലും പോയിട്ടില്ല, എന്നാൽ ഐസ് പാലസിൽ പോയിട്ടില്ല. എന്നാൽ ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ ഐസ് പാലസ് ലക്ഷ്യമാക്കി പോയി. വാവ്, സൂപ്പറായിരുന്നു കേട്ടോ. ആദ്യം വിചാരിച്ചു നമ്മൾ ഷൂ വെച്ച് തെന്നൂന്നൊക്കെ, നമുക്ക് അങ്ങനെ ഫീലിംഗ് വരും. പക്ഷെ തെന്നത്തൊന്നുമില്ല, സൂക്ഷിച്ച് നടന്നാൽ മതി. തറയൊക്കെ നല്ല ഉറച്ച് കിടക്കുവാണ്, ചുറ്റും ഐസ്. വാവ്, കണ്ടില്ലേ, ഫുൾ ഐസ് കസേരകളുണ്ട്. പിന്നെ ഓരോരോ മോഡല് അതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നോക്കിയാലും എല്ലാം ഐസ്. തകർത്തു. മോന് ഭയങ്കര എൻജോയ് ചെയ്തു. അവൻ വീഴുമോ എന്നറിയാൻ വേണ്ടി ഡാൻസ് ഒക്കെ കളിച്ച് നോക്കുമായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് കേട്ടോ. എവിടെ നോക്കിയാലും ഇത് തന്നെ നമുക്ക് കാണാനുള്ളൂ. അതായത് യൂറോപ്പിന് ടോപ്പാണ്, നമുക്ക് മനുഷ്യന് എത്താൻ പറ്റുന്ന, ട്രാൻസ്പോർട്ടേഷൻ വഴി എത്താൻ പറ്റുന്ന ടോപ്പ് ഓഫ് ദ പ്ലേസ് ആണ്. ആൽപ്സിന് ടോപ്പ് ഓഫ് ദ യൂറോപ്പാണ് ഈ യോങ്ഫ്രോ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഈ ഐസ് പാലസിന്റെ ഭംഗിയൊക്കെ കണ്ട് ചില സ്ഥലത്ത് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ട്. ഐസ് മുറികൾ, ഐസ് ഷേപ്സ്, നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എല്ലാം ഒന്ന് കയറി കാണാനൊക്കെ പറ്റും. പിന്നെ അല്ലാതെ ചില്ലറ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ തകർത്ത് പിന്നെ പതുക്കെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഇങ്ങനെ ഒരു മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഗ്ലേഷ്യർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ടോപ്പ് ഓഫ് ദ യൂറോപ്പിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി. നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും കയ്യിലെടുത്തപ്പോൾ നല്ല ഐസ്. കൈ നല്ല വിറയ്ക്കുമായിരുന്നു. മോൻ കുറച്ചു നേരം കളിച്ചു. നമ്മൾ ഐസ് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞൊക്കെ കളിച്ചായിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചുറ്റും ഇങ്ങനെ സ്നോ ഉള്ളൊരു പ്ലേസിൽ പോകുന്നത്. സോ എക്സൈറ്റഡ് ആയിരുന്നു അതുകൊണ്ട്.
പിന്നെ നമ്മൾ ഈ ഒരു വിൻ്റർ സമയം തുടങ്ങുന്ന സമയത്തായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗാണത്. അത് വെച്ചിട്ട് ആൾക്കാർ അതിൻ്റെ മുന്നിലും പിന്നിലും ഒക്കെ നിന്ന് തകർത്ത് വെച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു. ഞങ്ങളും ഒട്ടും കുറച്ചില്ല, ഞങ്ങളും തകർത്ത് വെച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഫോട്ടോ എടുത്തു, പിന്നെ നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരം സമയം കളഞ്ഞു. വിശാലമായി പരന്നു കിടക്കുന്ന ഗ്ലേഷ്യേഴ്സിൽ നമ്മളിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പല പോസിൽ ഫോട്ടോ ഇങ്ങ് എടുത്തു, ഒട്ടും കുറച്ചില്ല. പിന്നെ അതിനുശേഷം അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ലൗട്ടർബേൺ എന്ന് പറയുന്ന നമ്മുടെ താഴെ വാലിയിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ വീണ്ടും നമ്മൾ ആ വന്ന ട്രെയിൻ കാത്തു നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ട്രെയിൻ വന്നു. ഞങ്ങൾ അതിൽ കയറി. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഓരോ ചോക്ലേറ്റ് തരും കേട്ടോ, 6 ചോക്ലേറ്റ് തരും ട്രെയിനിൽ കേട്ടോ. അതൊക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു. പിന്നെ നമുക്ക് ഈ ട്രെയിനിൽ വേണമെങ്കിൽ താഴെ വരെ പോവാം, പക്ഷെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ഗൊണ്ടോല എടുത്താണ് താഴ്വരയിൽ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരു സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ലൗട്ടർബേൺ എന്ന് പറയുന്നൊരു വാലി കാണാൻ പോവാം. നമുക്കിന്ന് അതേ കാണാൻ പറ്റും. പിന്നെ ഗ്രിൻഡൽവാൾ ഉണ്ട്, കുറേ ദിവസം സമയം ഉണ്ടെങ്കിൽ കാണാമായിരുന്നു, പക്ഷെ അത് ഞങ്ങൾ മിസ് ചെയ്ത് ലൗട്ടർബേൺ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വാലി ലക്ഷ്യമാക്കി പോയി. ഈ ഈ ഈ മലയുടെ താഴ്വാരത്തുള്ള ഒരു വാലിയാണ് ലൗട്ടർബേൺ. നല്ല ഭംഗിയുള്ള വില്ലേജാണ്. നമ്മളെ ബോളിവുഡ് സിനിമയിലൊക്കെ ഇത് കുറേ ഇതിൻ്റെ വിഷ്വൽസ് കാണാൻ നമുക്ക് പറ്റും. ഇതേപോലെ തന്നെ ഒരു കുറേ വാലീസ് ഉണ്ട്, ഗ്രിൻഡൽവാൾഡ് അങ്ങനെ പല വാലീസും ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ വന്നു നല്ല നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ നല്ല രസമുണ്ടല്ലോ, വുഡൻ വീടുകൾ. പിന്നെ ഈ ഒരു സ്ഥലത്ത് 72 വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടൊരു വാട്ടർഫാൾസ് ആണ് സ്റ്റബോക്ക് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഒരു 300 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വാട്ടർഫാൾസ് ആണ്. അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി അത് ലക്ഷ്യമാക്കി പോയി. അപ്പം ഇതിനെ ഈ സ്റ്റബോക്ക് വാട്ടർഫാൾസ് എന്നാൽ ഡസ്റ്റ് സ്ട്രീം എന്നാ, മേളീന്ന് ഇങ്ങനെ താഴെ വന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രീം പോലെ ആ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അങ്ങനെ കുറച്ച് ദൂരം അവിടെ തന്നെയാണ് ലൗട്ടർബേൺ ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ടും നടന്നപ്പം ഞങ്ങൾ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കണ്ടില്ലേ, അതാണ് ആ വാട്ടർഫാൾസ്. ഇത് സ്ട്രീ പോലെ ഏറ്റവും ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് അത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. സീസൺ ആവുന്ന സമയത്ത് കുറേ ഫാളുമാണ്, ഇപ്പം അധികം വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഭയങ്കര ഹൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും കുറേ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു. നല്ല സീനറി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഇല്ല, നല്ല സീനറിയാണ് ചുറ്റും, നല്ല ഭംഗിയുണ്ടായിരുന്നു. വീടുകളായാലും അതിൻ്റെ നേച്ചർ ബ്യൂട്ടി ആയാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. എവിടെ ഫ്രെയിം വെച്ചാലും സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊരു ശവപ്പറം കല്ലറ കേട്ടോ, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് വാട്ടർഫാൾസും ഇവിടെ താഴെ ശവപ്പറമ്പും നല്ല ഇങ്ങനെ ഈ ഒരു പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്ന്, പിന്നെ അവിടെ ഒരു മോൻ അവിടെ എവിടെ പോയാലും പാർക്ക് കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെ അവൻ കളിക്കുന്ന ഒരു ചെറിയ പാർക്ക് കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു അവനോട് കളിക്കണമെന്ന്. പിന്നെ അവൻ കുറച്ചു നേരം കളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ചെറിയൊരു പള്ളി, എൻ്റെ ക്ലോക്കൊക്കെ
ഒരു ഫേമസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല നല്ല എവിടെ ഫോട്ടോ ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് പതുക്കെ ലൗട്ടർബേൺ ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി തുടങ്ങി. ഇനി നമുക്ക് താഴ്വാരത്തെത്തണം. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ ഹൈറ്റ് ഇന്റർലാക്കൻ, അതിന് ലൗട്ടർബേൺ, പിന്നെ കുറച്ച് വാലീസ്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മേളിൽ നിന്നാണ് ഇപ്പോൾ താഴെ ഇറങ്ങി. ഇപ്പോൾ ലൗട്ടർബേൺ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ബസ് എടുത്ത് നമുക്ക് ഇന്റർലാക്കിന് വീണ്ടും ഇത് ഏറ്റവും താഴെ പോകണം. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ എല്ലാം നമ്മൾ താമസിക്കുന്നത്. വേണമെങ്കിൽ ലൗട്ടർബേണിലും താമസിക്കാം കേട്ടോ. അവിടെയും നല്ല ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അവരവർക്ക് ഇഷ്ടം പോലെ. ഈ ലൗട്ടർബേൺ ടു ഇന്റർലാക്കൻ ട്രെയിൻ സർവീസ് എന്തോ ഇപ്പം നിർത്തി വെച്ചേക്കുമായിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഒരു ബസ് സർവീസ്, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ ഇന്റർലാക്കിന് വന്നു. ഇത് ഇന്റർലാക്കിന് ഇപ്പം നമ്മൾ ഇന്റർലാക്കൻ സിറ്റി ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ട്രെയിൻ മേലോട്ട് പോകുന്ന അത് കണ്ടത്. അപ്പം നമ്മുടെ ഈ കുറേ ബോളിവുഡ് സിനിമാസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സമയപരിധി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ എസ് ചോപ്രയുടെ ഒരു സ്റ്റാച്യു ഉണ്ടെന്ന് പറഞ്ഞു. ഹിന്ദി സിനിമ ഫേമസ് ഡയറക്ടറായ എസ് ചോപ്രയുടെ ഒരു സ്റ്റാച്യു കുർസാൽ എന്തോ ഒരു ഗാർഡനിലുണ്ടെന്ന് നമ്മൾ ഗൂഗിളിൽ കണ്ടു. അപ്പം നമ്മൾ അത് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പോഴത്തേക്കും ഈവനിങ്ങിൻ്റെ വൈബ് ഇന്റർലാക്കിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സും ആൾക്കാർ പോകുന്നതും അങ്ങനെ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് പതുക്കെ ആ ഗാർഡൻ ലക്ഷ്യമാക്കി പോയി. ഇന്റർലാക്കിന് സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഇതിലെവിടെയോ കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ DDLJ, അതുപോലെ തന്നെ ദാർ, അങ്ങനെ കുറേ ഹിന്ദി ഫിലിംസ് ഷൂട്ട് ചെയ്ത പ്ലേസ് ഉണ്ട്. പക്ഷെ നമുക്കത് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഭംഗിയുടെ സിറ്റിയുടെ വൈബ്സ് ഒക്കെ കണ്ട്, നൈറ്റിലെ വൈബ്സ് ഒക്കെ കണ്ട്, ഞങ്ങൾ ഈവനിങ് വൈബ്സ് ഒക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പം നമ്മൾ പറഞ്ഞ ആ കുർസാൽ എന്ന് പറഞ്ഞ ഗാർഡൻ എത്തി. അവിടെയാണ് നമ്മുടെ ഫേമസ് ബോളിവുഡ് ഡയറക്ടറായ എസ് ചോപ്രയുടെ ബ്രോൺസ് പ്രതിമ വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തെത്തി. ഇതാണത് എസ് ചോപ്രയുടെ ബ്രോൺസ് പ്രതിമ. 350 ഗ്രാം ബ്രോൺസ് വെച്ചിട്ടാണ് ഈ എസ് ചോപ്രയുടെ ഈ സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പുള്ളിയുടെ കുറേ ഫിലിംസിൽ ഈ ഇന്റർലാക്കിനെയും സ്വിറ്റ്സർലാൻഡിനെയും ഒക്കെ സീനറി എടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു പ്ലേസിനെ വെച്ചിട്ട് കുറേ ഫിലിം എടുത്തുകൊണ്ട് പുള്ളി ഇതിനെ കുറേ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേസിനെ. അതുകൊണ്ട് ഈ പുള്ളീനെ ആ ഒരു ഓണറായിട്ട് അംബാസിഡർ ഓഫ് ഇന്റർലാക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ സ്റ്റാച്യുവിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അംബാസിഡർ ഓഫ് ഇന്റർലാക്കൻ എസ് ചോപ്ര എന്ന്, ബോളിവുഡ് ഫിലിം ഡയറക്ടർന്ന്. പിന്നെ അതിനുശേഷം അതൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ ഇങ്ങോട്ട് വന്നു. ഇവിടെ കുറച്ച് നമുക്കിങ്ങനെ ഈ ആൽപ്സ് ഇങ്ങനെ താഴെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈവനിങ്ങിൽ ആ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നിന്നൊക്കെ ആസ്വദിച്ചു. പിന്നെ നല്ല ചെറിയ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഇന്റർലാക്കിൽ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. കുറേ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം ആ ഒരു സമയത്ത് ആക്റ്റീവ് അല്ലെന്നാണ് അവർ പറഞ്ഞത്. റെസ്റ്റോറൻറ്റിലൊന്നും അധികം ആളില്ല. പക്ഷേ സമ്മർ സീസണൊക്കെ ആണെങ്കിൽ ശരിക്കും ആൾക്കാർ വരുമെന്ന് റെസ്റ്റോറൻറ്റ് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ചപ്പാത്തിയും കറിയൊക്കെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ട് പതുക്കെ നൈറ്റിലൊക്കെ അപ്പോഴത്തേക്ക് ഇരുട്ടായി. 6:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇരുട്ടായി. പിന്നെ നൈറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ റൂമിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കിടന്നുറങ്ങി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.